ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ആ ഒരു ടൈമിൽ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ്. ലേണേഴ്സ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാഹനം, ഒരു ടൂ വീലർ അല്ലെങ്കിൽ ഒരു ഫോർ വീലർ ഒറ്റയ്ക്ക് ഓടിച്ചു പോകാനായിട്ട് കഴിയുമോ? പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഒക്കെ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ ദീർഘദൂരം ലേണേഴ്സ് ലൈസൻസ് വെച്ച് വണ്ടി ഓടിച്ചു പോകാനായിട്ട് കഴിയുമോ? കൃത്യമായിട്ട് നിങ്ങൾ ലേണേഴ്സ് ലൈസൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ലേണേഴ്സ് ലൈസൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു താൽക്കാലിക ലൈസൻസ് മാത്രമാണ്. 6 മാസമാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ലേണേഴ്സ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ്, ഒന്ന് നമുക്ക് ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും നമുക്ക് വേണം. അതിന് ഏജിന് സാധാരണ യൂസ് ചെയ്യുന്നത് ഒന്ന് സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC ബുക്ക്, അതുമല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് അഡ്രസ്സ് തെളിയിക്കാനായിട്ട് ആധാർ കാർഡും വേണം. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേരിൽ നമുക്ക് തെറ്റുകളൊന്നും വരാൻ പാടില്ല. അത് ആധാർ കാർഡിലും SSLC ബുക്കിലും തെറ്റുകൾ വരാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മളുടെ ബർത്ത് ഡേറ്റും തെറ്റാനായിട്ട് പാടില്ല. അഡ്രസ്സ് നമുക്ക് ചേഞ്ച് ആകാനായിട്ടുള്ള സാധ്യതകൾ, സ്ഥലം മാറുന്നതിനനുസരിച്ച് വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എങ്കിൽ പോലും നമ്മളുടെ വീട്ടുപേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പെല്ലിങ്ങിലോ ഒന്നും മിസ്റ്റേക്കുകൾ വരാൻ പാടില്ല. അത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇത് വെച്ച് നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇത് MVD ഉദ്യോഗസ്ഥർ സാറുമാരത് വെരിഫൈ ചെയ്ത് മറ്റ് മിസ്റ്റേക്കുകളൊന്നുമില്ലെങ്കിൽ നമുക്ക് ലേണേഴ്സ് എഴുതാനായിട്ടുള്ള ഡേറ്റ് കിട്ടും. ലേണേഴ്സ് പോയി നമ്മൾ എഴുതി പാസ്സായി കഴിഞ്ഞാൽ ഈ ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് നമുക്കൊരു വണ്ടി പഠിക്കാനായിട്ടാണ് ഈ ലേണേഴ്സ് ലൈസൻസ് നമുക്ക് തരുന്നത്. 30 ദിവസമാണ് അതിനുള്ളൊരു പഠിക്കാനായിട്ടുള്ളൊരു സർക്കാർ ഒരു ടൈം തരുന്നത്. ഈ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഡേറ്റ് നമുക്ക് എടുക്കാനായിട്ട് കഴിയും. ഇത്രയും ബേസിക് ആയിട്ട് ലേണേഴ്സുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇനി ലേണേഴ്സ് ഉപയോഗിച്ച് ഒറ്റയ്ക്ക് ഒരു വണ്ടി ഓടിക്കാമോ? ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക്, അതായത് മറ്റൊരാളും കൂടെ ഇല്ലാതെ ഒരു വാഹനം നമുക്ക് ഒറ്റയ്ക്ക് ഓടിക്കാനായിട്ട് റൂളില്ല. അങ്ങനെ നിങ്ങൾ വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ വാഹനം ഓടിച്ച എന്ന കുറ്റത്തിന് പോലീസ് അല്ലെങ്കിൽ MVD നിങ്ങൾക്ക് പെറ്റി തരാനായിട്ടുള്ള സാധ്യതകളല്ല, ഉറപ്പായിട്ടും പെറ്റി കിട്ടും. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് ഒരിക്കലും ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് ഒറ്റയ്ക്കൊരു വണ്ടി നിങ്ങൾ ഒരിക്കലും ഓടിക്കരുത്. ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് 5 വർഷം വാഹനം ഓടിച്ച് പരിചയമുള്ള, അതായത് ഫോർ വീലറും ടൂ വീലറും ഓടിച്ച് പരിചയമുള്ള ഒരു ഡ്രൈവർ നമ്മുടെ കൂട്ടത്തിലിരിക്കണം. അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടിയോ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾ വാഹനം ഓടിക്കാനായിട്ട് പാടുള്ളൂ. ഒപ്പം തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓടിക്കുന്ന വണ്ടിയിൽ വാഹനത്തിന് മുൻവശത്തും പിൻവശത്തുമായിട്ട് ബോർഡുകൾ കൃത്യമായിട്ട് നമ്മൾ വെച്ചിരിക്കണം. അതിന് ഒരളവുണ്ട്. ആ അളവ് അനുസരിച്ചുള്ള ബോർഡുകൾ മുൻവശത്തും പിൻവശത്തും വെച്ചിരിക്കണം. ലൈസൻസ് എടുത്ത് ലൈസൻസ് നമുക്ക് ആയതിനു ശേഷം വാഹനം ഒറ്റയ്ക്ക് ഓടിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക.